വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ. എനിക്കായി മാത്രം ഭാഗം 3 തുടരുന്നു. ഓഫീസിൽ നിന്ന് വന്നതും ശ്രീലത ശിഖയെ കുളിക്കാനായി പറഞ്ഞു വിട്ടു. റെഡിയായി വന്നപ്പോൾ എന്നത്തെയും പോലെ അവളെ കാത്ത് നല്ല ചൂട് ചായയും നല്ല മുരിഞ്ഞ വാഴയ്ക്കപ്പവും കാത്തിരിപ്പുണ്ടായിരുന്നു. പഴംപൊരി വായിലേക്ക് വെച്ചതും അവൾ അതിന്റെ രുചി അറിഞ്ഞതുപോലെ ചിരിച്ചു. ശ്രീലത അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളുടെ തലയിൽ തലോടി അവളുടെ അരികിലായിരുന്ന ശേഷം ചോദിച്ചു, മോളിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അത്ര വലിയ കമ്പനിയാണോ അത്? പിന്നെ അല്ലാതെ, അമ്മ എന്താ കരുതിയേക്കുന്നു? അത്രയും വലിയ കമ്പനിയിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റുക എന്നത് എത്ര വലിയ ഭാഗ്യമാണെന്നറിയോ? സന്തോഷമാണ് അറിയോ? അവൾ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ശ്രീലത ചിരിയോടെ ഇരുന്നു. അല്ലെങ്കിലും മോൾ മിടുക്കിയല്ലേ, നിനക്ക് കിട്ടാതിരിക്കുമല്ലോ എന്ന് എനിക്കറിയായിരുന്നു. ശിഖയുടെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു, അല്ല മോളുടെ MD എങ്ങനെയുണ്ട്? അലക്സിന്റെ കാര്യം പറഞ്ഞതും അവളുടെ ഉള്ളിൽ ചെറിയൊരു പുഞ്ചിരി നിറഞ്ഞു. അലക്സിനെ ഓർക്കവേ ശിഖയുടെ ഉള്ളിൽ ഒരു തണുപ്പ് നിറയുന്നത് അവൾക്ക് മനസ്സിലായി. ശിഖ ചിരിയോടെ ഒന്നും മിണ്ടാതെ അവളുടെ റൂമിലേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് ശ്രീലത ഒന്നും മിണ്ടാതെ, ഒന്നും മനസ്സിലാകാതെ പോലെ നോക്കി നിന്നു. റൂമിൽ ചെന്നതും അവൾ കട്ടിലേക്ക് കിടന്ന് ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അലക്സിന്റെ പ്രൊഫൈൽ എടുത്തു നോക്കി. അതിലെ ഓരോ ചിത്രവും അത്ര നല്ലതായിരുന്നു. അത് നോക്കി അവൾ ചിരിയോടെ ഇരുന്നു. അലക്സിന്റെ ആറ്റിറ്റ്യൂഡും അവളുടെ ഡ്രസ്സിംഗ് സെൻസും അത്ര അട്രാക്റ്റീവ് ആയിരുന്നു. അവൾ അതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തു. ശേഷം ശിഖ അതിലേക്ക് നോക്കിയിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ശിഖ വർക്കിൽ ഫുൾ ആത്മാർത്ഥത കാണിക്കാൻ തന്നെ ശ്രമിച്ചു. അതിനാൽ കമ്പനിയിലെ ഏറ്റവും നല്ല എംപ്ലോയി ആയി തീരാൻ അവൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നില്ല. പിന്നെ അലക്സ് പകുതി സമയങ്ങളിൽ മാത്രമേ ഓഫീസിൽ കാണാറുള്ളൂ. എന്നാൽ ദൂരെയാണെങ്കിൽ പോലും കമ്പനിയുടെ ചാൺ അവളുടെ കയ്യിൽ തന്നെയായിരിക്കും. അലക്സിന്റെ ബ്രില്യൻസിൽ ആർക്കും ഒരു കള്ളത്തരവും കാണിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ കമ്പനിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം വന്നെത്തി. ഇന്റർനാഷണൽ ലെവൽ ഫാഷൻ ഷോ. അതിൻ്റെതായ തിരക്കിലായിരുന്നു എല്ലാവരും. അലക്സ് അതിനോട് അനുബന്ധിച്ചെത്തിയിട്ടുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ശിഖയെ കാണാനെത്തിയില്ല. അത്രയ്ക്ക് തിരക്കാണ് അവൾ. അതറിയുന്നതിനാൽ ശിഖ അതിൽ പരിഭവം കാണിക്കാനും പോയില്ല. അങ്ങനെ വർക്കിന്റെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് ശിഖയോട് അലക്സ് വിളിക്കുന്നു എന്ന് പറഞ്ഞത്. അവൾ അലക്സിന്റെ റൂമിലേക്ക് ചെന്നു. അവിടേക്ക് കടക്കാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ അകത്ത് കയറിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി സംഭവം അത്ര നല്ലതല്ലെന്ന്. അലക്സിന്റെ മുഖം കാണവേ അവൾ ചെറിയൊരു ഭയം അനുഭവപ്പെട്ടു. അവൾ ചുറ്റുമുള്ളവരെ നോക്കി. എല്ലാവരെയും ശിഖയെ നോക്കാൻ തുനിയാതെ അലക്സിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാം, അവർ ഭവ്യതയോടെ വിളിച്ചു. യെസ്, എന്താണ് താമസിച്ചത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനോ? ശിഖ ഞെട്ടി അലക്സിനെ നോക്കി. തന്നെ വിളിച്ചിട്ട് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. യാ, സി മിസ് ശിഖ, വിളിക്കുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കണം. ഓക്കെ, സോറി മാം. ഫൈൻ. ശിഖ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് മാം? ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഫാഷൻ ഷോയിൽ താൻ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മനസ്സിലായില്ല മാം? ശിഖ അവളോട് ചോദിച്ചു. ഷോയിൽ താനും വോക്ക് ചെയ്യണം. എന്താ പറഞ്ഞത്? ഇല്ല മാം, അതൊന്നും നടക്കില്ല. വാട്ട് ഹാപ്പൻ? നോ മാം, ഐ കാൻ ഡു ദിസ്. വൈ ശിഖ? മാം, എന്റെ പേരൻസ് അനുവദിക്കില്ല. വാട്ട്? കൊള്ളാലോ, തനിക്ക് എത്ര വയസ്സുണ്ട്? അലക്സ് പരിഹാസത്തോടെ ചോദിച്ചു. അത് മനസ്സിലായ ശിഖ പറഞ്ഞു, അറിയാം, ബട്ട് ഇത് അവർ സമ്മതിക്കില്ല. സോറി മാം. ശിഖ അവളോട് ഉറപ്പോട് പറഞ്ഞു. ശിഖയുടെ ധൈര്യം നോക്കി കാണുകയായിരുന്നു അലക്സും. എല്ലാവരും ഈ ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ചാൻസാണ് അവൾ വേണ്ടെന്ന് വെച്ചത്. ഓക്കെ ശിഖ, താൻ എൻ്റെ ക്യാബിനിൽ വെയിറ്റ് ചെയ്യും. മാം, ഗോ. അത്രയും പറഞ്ഞ് അലക്സ് അവളെ ഒഴിവാക്കി. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോയി. ശിഖ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷം അലക്സിന്റെ ക്യാബിനിലോട്ട് പോവുകയും ചെയ്തു. ഇതേ സമയം അവളുടെ കാട്ടിക്കൂട്ടലുകൾ അലക്സിൽ ചിടയി വരുത്തി. എങ്കിലും അവളത് കാണിക്കാതെ ഗൗരവം പ്രകടിപ്പിച്ചു നിന്നു. അലക്സിന്റെ റൂം. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റിൽ കൂടുതലായി. എവിടെയാണ് ആവോ? ശിഖ ആലോചിച്ചു തീർന്നില്ല. അപ്പോഴേക്കും അലക്സ് കയറി വന്നു. പെട്ടെന്ന് എഴുന്നേറ്റവൾ. സിറ്റ്, അലക്സ് ശിഖയോട് പറഞ്ഞു. അവൾ ടെൻഷനോടെ ഇരുന്ന് അലക്സിന്റെ മുഖത്തേക്ക് നോക്കി.
അലക്സിനും അവളുടെ മുഖഭാവത്തു നിന്ന് അവളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ശിഖ, സോറി, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല. നമുക്ക് പെട്ടെന്നൊരു മോഡലിനെ കണ്ടെത്താൻ സാധിക്കാത്തതല്ല. പക്ഷെ എന്റെ ഡ്രസ്സിന് കുറച്ച് ക്യൂട്ട് ഫേസ് ഉള്ള ഒരാൾ വേണമെന്ന് തോന്നി. എന്തുകൊണ്ടോ താനതിന് ആപ്റ്റാണെന്ന് തോന്നി. അലക്സ് താൻ ക്യൂട്ടാണോ എന്ന് പറഞ്ഞത് ശിഖയ്ക്ക് സത്യം പറഞ്ഞ നല്ലപോലെ ഇഷ്ടായി. അവളത് മുഖത്ത് കാണിക്കുക തന്നെ ചെയ്തു. അത് അലക്സ് ശ്രദ്ധിച്ചെങ്കിലും അവൾ മനഃപൂർവ്വം തന്റെ മുഖത്ത് അത് വരുത്താതിരിക്കാനും ശ്രമിച്ചു. നോക്ക്, ഈ ഡ്രസ്സാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് തനിക്ക് ചേരുമെന്ന്. ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യുകയല്ല. ഇഷ്ടമാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അലക്സും മറുപടി നൽകി. ശിഖ ആ സമയം മനസ്സിൽ വീട്ടിൽ എന്ത് പറയും എന്നുള്ള ചിന്തയിലായിരുന്നു. അതേസമയം തന്നെ അവൾക്ക് അലക്സിനോട് നോ പറയണം എന്നതും വേദന ഉളവാക്കി. മാം, യെസ്, എനിക്ക് ആ ഡ്രസ് ഒന്ന് കാണാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ശിഖയുടെ ചോദ്യം കേട്ട് അലക്സിന് അത്ഭുതം തോന്നി. തന്നോടുള്ള അവളുടെ ആറ്റിറ്റ്യൂഡ്, ഇത്രയും ധൈര്യത്തിൽ തന്നോട് സംസാരിക്കാൻ ആരും ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്തു പറ്റി? അലക്സും ചോദിച്ചു. സോറി മാം, എനിക്ക് മാമിനോട് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷെ എനിക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അതുകൊണ്ടാണ്. ഓ, ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. വരും, നമുക്ക് കാണാം. ഡ്രസ്സ് തനിക്ക് ചേരുവോ എന്ന് നോക്കാം. അലക്സ് എഴുന്നേറ്റു. സോറി മാം, അഹങ്കാരമായി തോന്നിയാൽ ക്ഷമിക്കണം. ഇല്ലടോ, നമ്മൾ ആർക്കു വേണ്ടി ഒന്ന് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അലക്സിന്റെ മറുപടി കേട്ടവൻ ചിരിയോടെ നിന്നു. അവർ ഇരുവരും ഡ്രസ്സ് കാണാനായി ചെന്നു. ഡ്രസ്സ് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് ഇഷ്ടവുമായി. അവൾ അലക്സിനെ സന്തോഷത്തോടെ നോക്കി. അലക്സ് ശിഖയോടത് ധരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അലക്സിന്റെ ഡിസൈനിൽ തയ്യാറാക്കിയ വസ്ത്രവുമായി ശിഖ ധരിച്ച് വന്നപ്പോൾ എല്ലാവരും വിസ്മയപൂർവ്വം അവളെ നോക്കി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ശിഖ, ശരിക്കും ഒരു ഡോളിനെ പോലെ. എല്ലാവരും അവളെ നോക്കി വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും അലക്സ് ഇതെല്ലാം താൻ പ്രതീക്ഷിച്ചതാണ് എന്ന പോലെ നിന്നു. ശിഖ അലക്സിനെ നോക്കി എങ്ങനെയുണ്ട് എന്ന അർത്ഥത്തിൽ. അത് കണ്ട അലക്സ് പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് പതിയെ പറഞ്ഞു, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ മൈ ബേബി ഡോൾ. അലക്സ് അവളെ പറഞ്ഞത് കേട്ട് ശിഖ ഞെട്ടലോടെ അവളെ നോക്കി. തന്നെ അവൾ ബേബി ഡോൾ എന്നുള്ള വിളി ശിഖയുടെ ദേഹം മുഴുവൻ കുളിര് കോരുന്നത് പോലെ നോക്കി. ആർ യു റെഡി ടു ഡു ദിസ്? അലക്സ് അവളുടെ കുഞ്ഞു കണ്ണുകളിൽ നോക്കി ചോദിച്ചു. ശിഖയും അറിയാതെ തലയാട്ടി. കാരണം അലക്സ് എന്ന മാതൃക വലയത്തിൽ അവൾ അകപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ശിഖ വീട്ടിൽ വന്ന് പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞു. എങ്കിലും എന്നത്തെ പോലെയും അവർ തടഞ്ഞു. പക്ഷെ അവർ അവളുടെ വാശിയിൽ അവസാനം തോൽവി സമ്മതിച്ചു. അങ്ങനെ അവൾ പോകാനായി തീരുമാനിച്ചു. പക്ഷെ അവൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല താൻ മോഡലാകാൻ പോവുകയാണ് എന്നത്. അവളത് മനഃപൂർവ്വം മറച്ചു വെച്ചു. ഡ്രസ്സെല്ലാം റെഡിയാക്കി പോകാനായി അവൾ തയ്യാറായി. പക്ഷെ അവൾ ഒരിക്കൽ പോലും ഓർത്ത് കാണില്ല തന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റാണ് ഉണ്ടാകാൻ പോവുക എന്ന്. തുടരുന്നു.